ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ആരോപണമുന്നയിച്ച് ചീഫ് ജസ്റ്റിസിന് കത്തയച്ച അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെ തള്ളി അഭിഭാഷകർ രംഗത്ത്. ജഡ്ജിമാർ വാർഷിക സംഗമം ബഹിഷ്കരിച്ചു എന്നത് പ്രസിഡന്റ് യശ്വന്ത് ഷേണായിയുടെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് വിമർശനം. പ്രസിഡന്റിന്റെ കത്ത് അടിസ്ഥാനരഹിതമെന്നും അഭിഭാഷകർ വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ്, കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റായ യശ്വന്ത് ഷേണായി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത്. കത്തിൽ പറഞ്ഞിരുന്നത് ഈ അഭിഭാഷക അസോസിയേഷന്റെ ഭരണകാര്യങ്ങളിൽ ചില ജഡ്ജിമാർ ഇടപെടുന്നുണ്ട്, ഈ ഭരണ നേതൃത്വത്തെ മാറ്റണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഈ അസോസിയേഷന്റെ വാർഷിക പരിപാടികളിൽ 30 ജഡ്ജിമാർ പങ്കെടുത്തില്ല, അതിൽ 27 പേർ മനഃപൂർവ്വം വിട്ടുനിന്നു എന്നാണ് ആ കത്തിലുണ്ടായിരുന്നത്. ഇത് ഈ അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട ആളുകളെ ബഹുമാനിക്കാൻ കൂടി ജഡ്ജിമാർ തയ്യാറാകണം എന്നും ആ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ കത്തിനെ പൂർണ്ണമായും തള്ളുകയാണ് ഈ സംഘടനയിലെ 111 അഭിഭാഷകർ. അവരാണിപ്പോൾ ഈ ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്നത്. അസോസിയേഷന്റെ പ്രസിഡന്റ് അയച്ച കത്ത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വാർഷിക യോഗത്തിൽ ജഡ്ജിമാർ പങ്കെടുക്കാതിരുന്നത് മനഃപൂർവ്വം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കേവലമായ വ്യക്തിപരമായ അഭിപ്രായമായി ആ കത്തിനെ, യശ്വന്ത് ഷേണായുടെ കത്തിനെ കാണണം. പ്രസിഡന്റിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ 111 അഭിഭാഷകർ ഒപ്പിട്ട കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ദിലീപ്. കേരള ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ കത്തയച്ച ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെ തള്ളി അഭിഭാഷകർ രംഗത്ത് വന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.